ഹേ ഹായ്. അപ്പം ഇന്ന് ഗൈസ് നമ്മളുള്ളത് അനന്തുവിൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മൾ നേരെ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ്. അപ്പം അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതായത് ഇവിടുന്ന് ജസ്റ്റ് ഒരു 3-4 കിലോമീറ്റർ അല്ലേ അത്രേ ഉണ്ടാവുള്ളൂ, അടുത്താണ്. സോ ഇപ്പം മഴയില്ലാത്ത സമയം നോക്കി നമ്മൾ നേരെ പോവുക. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വ്ളോഗ് എടുക്കാനും പറ്റൂല, പോവാനും ഒരു പിന്നെ അവിടെ പോയി ഇരുന്ന് കഴിക്കാനും എല്ലാം കൂടി ഒരു ഇതാവും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നേരെ അവിടെ പോവാം. സോ എന്താ പറയണ്ട? ഇല്ലല്ലോ, വേഗം കെബാബ് കഴിക്കാൻ ഭയങ്കര മൂടുണ്ട്. ഇവന് നല്ല വിശക്കുന്നുണ്ട്. സോ എന്നെ വിളിച്ചു വരുത്തിപ്പം നമ്മൾ ഓടുവാണ് അങ്ങോട്ടേക്ക്. സോ അപ്പം നേരെ 6 മണിക്ക് വരാണ് പറഞ്ഞാൽ 6:30 6:30 അതെല്ലാം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ എന്തെല്ലാം ഫുഡുണ്ട്, നമ്മൾ എന്തെല്ലാം കഴിക്കുന്നതെന്നെല്ലാം നോക്കാം. ഇപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ വർക്കൗട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ഇപ്പം ജിമ്മിന് പോകാനും പറ്റില്ല. നടുവിന് ചെറിയ വേദനയും കാര്യങ്ങളുണ്ട്. മിനിഞ്ഞാന്ന് വീണതിൻ്റെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞു. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. കൊതു കടിക്കുന്നത്. സോ നമ്മളെ വീഡിയോ ട്രൈപ്പോഡിലാണ് നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ഇപ്പോഴും നിങ്ങൾ കാണുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇതാണ് ഫുട്ബോൾ. സോ അനന്ത് ഇവിടെ ഫുഡ് വാങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അനന്തുവിന് പോയിട്ട് എന്തോ തിരക്കുമുണ്ട്. സോ നമുക്ക് അവിടുന്ന് വാങ്ങിയിട്ട് നേരെ പോവാം. അപ്പം ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നാ പറ? പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കോക്ടെയിൽ അൽഫാം, അത് ചെസ്റ്റ് പീസ്. ഇവനിക്ക് ചെസ്റ്റ് പീസ് കിട്ടിയില്ല. എൻ്റെ ചെസ്റ്റ് പീസ് ഇവൻ കൊണ്ടുപോയി. ഇവൻ ലെഗ് പീസായിട്ട് എന്ന് നീ പറഞ്ഞത് ലെഗ് എന്ത് അൽഫാം? മലായി അൽഫാം. പിന്നെ ഞങ്ങൾക്കൊരു റൊമാലി റൊട്ടി ഉണ്ട്, വീട്ടിൽ ഭക്ഷണമുണ്ട്, അതിനെപ്പറ്റി ചേർത്ത് തിന്നാക്കാണ്. ഇവന് 3 റൊമാലി റൊട്ടിയുണ്ട്, പിന്നെ ഗ്രേവി ആയിട്ട് ചില്ലി ചിക്കൻ. എൻ്റെ ചെസ്റ്റ് പീസ് കൊണ്ട് ഇവൻ അങ്ങനെയാണ് ഞാൻ പകരം വിട്ടും. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടില്ലേ. പിന്നെ ഒരു ചില്ലി ചിക്കൻ ഇവന് വീട്ടിൽ നിന്ന് വെറുതെ ഇരുന്ന് ഗെയിം കളിക്കാൻ തിന്നാൻ വേണ്ടിയിട്ട്. അതൊന്നുമല്ല, വീട്ടിൽ കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട്, അത് വേസ്റ്റ് ആക്കാൻ വെച്ചിട്ടാണ്. ഓക്കെ, അതും കൂടെ എനിക്ക് വേണം. അതെ. സോ അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ടില്ല വെച്ചാൽ പാർസലും അങ്ങനെ കൊണ്ടുപോകണം. പിന്നെ 2 ലൈമിനും കൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അനന്തൂൻ്റെ ചിലവാണ്. ഈ കോക്ടെയിൽ ഇവിടുത്തെ പുതിയ അൽഫാമാണ്. അതായത് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വരുന്നത്. ഇവരെ സിഗ്നേച്ചർ സാധനം എന്ന് പറയുന്നത് പിന്നെ മലായി അൽഫാമാണ്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ അൽഫാം കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡ് അധികം കഴിക്കാറില്ല. അപ്പം ഇങ്ങനെ കാണുമ്പോൾ മാത്രമേ കഴിക്കാറുള്ളൂ അല്ലേ? ഭയങ്കര ബടായിട്ടാ, എപ്പോഴും പുറത്തുനിന്ന് കഴിക്കില്ല നമ്മ. അതായത് ആഴ്ചകളിലോ അങ്ങനെ കഴിക്കാറുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡെയിലി കഴിക്കാറൊന്നുമില്ല. ഓക്കെ, ആഴ്ചകളിൽ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം അല്ലേ? അതെ, എല്ലാ ദിവസമൊന്നുമില്ല, ആഴ്ചക്ക് ഒരിക്കൽ മാത്രം. പിന്നെ ഇവൻ എപ്പോഴും പറയുന്നത് മാത്രമാണ് പോകുന്നത്. എപ്പോഴും പോകാറുമില്ല, ആഴ്ചകളിൽ മാത്രം. സോ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ അങ്ങനെ വലിയ രീതിക്ക് അൽഫാം മാത്രമല്ല കഴിക്കാറ്. ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് ഐറ്റംസും അങ്ങനെ കാര്യങ്ങളാണ് കഴിക്കാറ്. അതിൻ്റെ എന്തോ മീമും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമന്റ് സെക്ഷൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കോമഡി വീഡിയോൻ്റെ. ഞാൻ വിചാരിച്ചു ഇവനെന്താണ് നേരത്തെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാണ് സംഭവം അല്ലേ? ഒരു കുഞ്ഞി പൂച്ച, ചെറിയത് പീക്കിരി. ഹായ്. ഹായ്. പാവാൻ തോന്നട്ടാ. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു വിചാരിച്ചിട്ട് നമ്മളതിന് എന്താ ഫുഡ് ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ വരുമോ പാവം. ഒന്നല്ല, 2 പൂച്ച, 2 കുഞ്ഞു പൂച്ച, 2 ക്യൂട്ട് പൂച്ചകൾ. എന്തോ പറയാനുണ്ടായിരുന്നല്ലോ എനിക്ക്? ഒന്നും പറയാനില്ല. അത് പറഞ്ഞാൽ പിന്നെ തല്ലിട്ടോളായിരുന്നു. ഇവന് പൂച്ചേനെ ഇഷ്ടമല്ല അല്ലേ? അല്ല, കള്ളാന്ന്, എല്ലാം കള്ളാന്ന്. പൂച്ചകൾ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അനന്തൂൻ്റെ അടുക്ക് എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നേ. 1, 2 അവിടെ, 3 ഇവിടെ, 4. അങ്ങനെ ചെസ്റ്റ് പീസ് ഇവന് ഫസ്റ്റ് ലൈവും ഇവന്. അതാണ് ലക്ക്. എന്താ ചെയ്യുക? അടുത്തതിൽ ഞാൻ ഇനിയുള്ള ചെസ്റ്റ് പീസെല്ലാം എനിക്കാം അല്ലേ? വിചാരിച്ചാൽ മതി.
ചെസ്റ്റ് വിസിറ്റ് എന്തും ഗ്രൂപ്പുകളിൽ അടിയായിരിക്കും, അങ്ങനെ സംഭവം. ചെസ്റ്റ് വിഷ് എന്നത് എടാ ചെസ്റ്റും ലെഗും തമ്മിൽ വ്യത്യാസം ഓൾമോസ്റ്റ് സെയിം ഇറച്ചി തന്നെ അല്ലേ? ചെസ്റ്റ് കുറച്ച് നല്ല പീസും കാര്യങ്ങളും ഉണ്ടാവും, തിന്നാൻ കുറച്ച് ഇതുണ്ടാവും. ലെഗ് അധികം എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ നീ ലെഗ് എടുത്തോ? ഇല്ല, നിനക്ക് ഇഷ്ടം, നീ ചെസ്റ്റ് വേണമെന്ന് ഞാൻ ചെസ്റ്റ് എടുക്കും. ഹലോ ഗൈസ്, ഇവൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ട്, ഫുള്ള് തട്ടിപ്പാട്ടാ. ആടാ എന്താണ് ആ വാച്ച് പറഞ്ഞേ ഗൈസ്? അപ്പം എൻ്റെ കയ്യിലെ വാച്ച് വർക്ക് ചെയ്യാത്ത വാച്ചാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ മഴക്ക് വെള്ളം കയറി നശിച്ചു പോയ വാച്ചാണ്. പിന്നെ ഞാൻ പുതിയ വാച്ച് വാങ്ങാനൊന്നും നിന്നില്ല, അതുകൊണ്ട് തന്നെ ഈ വാച്ച് വെറുതെ കെട്ടിക്കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, അപ്പോൾ ഞാനും വെറുതെ ഇങ്ങനെ കെട്ടിക്കൊണ്ട്. പക്ഷേ ചാർജ് ചെയ്താൽ ഓണാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം അല്ലേ? ഞാൻ 100% പറയാന്ന് ആ വാച്ച് വർക്ക് ചെയ്യില്ല, കാണിക്കാൻ വേണ്ടിയിട്ട് എവിടുന്നോ ചവറ്റ് കൊട്ടയിൽ നിർത്ത വാച്ചാണ്. ഐസ് ഈ വാച്ചിനെ കുറിച്ചാണ് ഇവൻ പറയുന്നത്. അതെ, ചവറ്റ് കൊട്ടയിൽ നിർത്ത വാച്ച്, അത്രേ ഞാൻ പറയാൻ. പക്ഷേ ഈ വാച്ച് എടുത്ത് കിട്ടിയറിയാ, മറ്റേ നമ്മൾ ലാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ അപ്പുറം ഫ്രീ കിട്ടിയ വാച്ച്. ആ വാച്ചാ ഇത്? ആ വാച്ചിനെ ഞാൻ വെച്ചത് പോയിന്ന്. അത് പോകുന്ന വാച്ചാ, അത് പോയി. അതേപോലെ കുറച്ച് എടാ എൻ്റെ കീബോർഡ് ഇതുവരെ പോയിട്ടില്ല, കീബോർഡ് മൗസും അത് പോയിട്ടാ, എൻ്റെയും പോയിട്ടാ. സോ അപ്പോൾ ഈ വാച്ച് അടിച്ചു പോയി എന്നാണ് തോന്നുന്നത്. പക്ഷേ ചാർജ് കയറ്റിയാൽ ചിലപ്പം കയറുമായിരിക്കും. പിന്നെ ഞാൻ വേറെ വാച്ച് ഉണ്ട്, ഇത് ഇങ്ങനെ ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ അല്ലേ? എടാ വാച്ച് നല്ല ബ്രാൻഡ്, അയാൾ പറഞ്ഞത് തട്ടിപ്പോന്നടാ, നല്ല ബ്രാൻഡ് കമ്പനിയാന്ന്. ഇപ്പൊ വന്നേണെങ്കിൽ പോലും ഒരിക്കലും പോകില്ല, എന്തെല്ലാം ബട്ടായിന്ന്. അതെങ്ങനെയാ ബിസിനസ് ട്രിക്ക്? അതാ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊന്നും കൂടി ചാർജ് ചെയ്ത് നോക്ക്, എന്നിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ. ചാർജ് ചെയ്ത് ഇടയ്ക്ക് ശരിയാവും, പക്ഷെ ഇടയ്ക്ക് പോകും. പക്ഷേ ഇത് ടച്ച് സ്ക്രീൻ ഒന്നും വർക്ക് ചെയ്യില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെന്തിനാ വാച്ചല്ലേ? ഭയങ്കര സ്മാർട്ടായ വാച്ചായി പോയി. സ്മാർട്ട് വാച്ചാണ്, പക്ഷേ സ്ക്രീൻ വർക്ക് ചെയ്യില്ല. സമയം പിന്നെ ഇടയ്ക്ക് പിന്നെ രാവിലെ 10 മണിയാണെങ്കിൽ രാത്രി 10 മണി അങ്ങനെയൊക്കെ തലയിരിച്ചിട്ടൊക്കെ കാണിക്കും. അങ്ങനത്തെ വാച്ചാണ് ഈ വാച്ച് ഏത് കമ്പനീൻ്റെ ആണെന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒപ്പം കിട്ടിയ കീബോർഡും മൈക്കും കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതെ, കീബോർഡ് മൈക്കല്ല, കീബോർഡും മൗസും. ആ സാധനം എനിക്ക് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഭക്ഷണം പിന്നെ അത് വയർലെസ് ആയതുകൊണ്ട് ഡിലേസ് ഉണ്ടാവും മൗസിൻ്റെ, ആ പ്രശ്നമില്ല. അല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടായിരുന്നു. പിന്നെ ആ സാധനം വളർച്ച എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് പ്രശ്നമില്ല, അത് പോയാലും സെയിം അവസ്ഥ. അതായത് ഞാൻ ലാപ്പ് എടുത്ത സെയിം ലാപ്പാണ് ഇവനും എടുത്തത്, അപ്പം ഇവനും അത് തന്നെയാണ് കിട്ടിയത്. അപ്പം അതിന് മുന്നേ വിഷുവിന് നമുക്ക് ആ ലാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്പീക്കറും കൂടെ കിട്ടിയേനെ. അതിപ്പം നമുക്ക് മൗസും കീബോർഡും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാഗും എനിക്ക് വാച്ച് ഇട്ടില്ല, എനിക്കാകെ മൗസും കീബോർഡും പിന്നെ ബാഗ് വന്നിട്ടു, വാച്ച് ഇട്ടില്ല. പിന്നെ എനിക്കാണ് വാച്ചൊന്നും വേണ്ടത്, എനിക്ക് ഇല്ല വാച്ചുകളെല്ലാം എൻ്റെ ക്യാഷുവിൻ്റെ വാച്ചാണ്. അത് ഇന്നിട്ടിട്ടാ ഞാൻ കാണിച്ചതാ. തട്ടിപ്പാണ് തട്ടിപ്പാ. ക്യാഷിൻ്റെ വാച്ച് ഒരിക്കലും പോകില്ല, അതായത് നല്ല ക്വാളിറ്റി സാധനമാണ്. ഇവൻ്റെ ലോ ക്ലാസ് വാച്ച് സ്മാർട്ട് വാച്ച് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് അങ്ങനെ കിട്ടിയോണ്ട് മാത്രം ഞാൻ ഇട്ടതാണ്. വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല നോക്കി വാങ്ങിയേനെ. ഇവൻ പറഞ്ഞ കാസ്യുവലും നല്ല ബ്രാൻഡാണ്. സോ മഴ പെയ്യാൻ തുടങ്ങി, പണി കിട്ടി. കോട്ടെടുത്തില്ല, മാത്രം കോട്ടെടുത്തു, ഞാൻ കോട്ടെടുത്തില്ല. ഇവൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇവൻ മാത്രം കോട്ടെടുത്തു, ഞാൻ കോട്ടെടുത്തില്ല. പക്ഷെ എന്താ ചെയ്യാ, ബ്ലോഗിൻ്റെ തിരക്കുകളൊക്കെ മറന്നുപോയി പാവം. അതെ, ഞാൻ പറയാൻ നിൽക്കുന്നുണ്ട്, പക്ഷെ ഇവൻ ബ്ലോഗിലെടുത്തിട്ട് ഞാൻ വില്ലാശം മറന്നു. പിന്നെ നമുക്ക് പോകേണ്ട തിരക്കായിരുന്നു. ഇവിടെ നിൽക്കുന്നു, പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോകേണ്ടി വരും. അതാണ് എനിക്ക് എളുപ്പമായി. എനിക്ക് എളുപ്പമല്ല, എനിക്ക് കുറേ പണിയുണ്ട്. ഇവനിത് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ നിന്ന് രാത്രി 9 മണി ആ സമയമാകുമ്പോഴാണ് കഴിക്കാൻ നിൽക്കുന്നത്. അതാണ്. സോ എനിക്കിപ്പോൾ കഴിക്കണം എന്നാണ് ഒരിത്, അതായത് വാങ്ങിയോട് കഴിക്കണം എന്നാണിത്. ഇവൻ മെല്ലെ ഗെയിമും കളിച്ച് മെല്ലെ എനിക്ക് വർക്കുണ്ട്. നമ്മൾ ഇങ്ങനെ ലൈമ് കുടിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് കഷ്ടകാലം കൂടുതലായതുകൊണ്ട് തന്നെ മഴ പെയ്യാനും തുടങ്ങി. ലൈമിലൊരു ഈച്ച നേരത്തെ ഓർഡർ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ലൈം ഫുള്ള് കുടിച്ച് തീർത്തു. അപ്പം നമ്മളെ പാർസൽ ചെയ്ത സംഭവം എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതുമായിട്ട് തന്നെ നേരെ വീട്ടിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. സോ ആനന്ദ് ഇവിടെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ എത്രയാവും അറിയില്ല, കൂട്ടോ കുറക്കോ നമുക്ക് നോക്കാം. ഞാൻ കൃത്യം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. സോ മുതലാളിക്ക് വർക്കുണ്ട്, മുതലാളി ഇപ്പം പോവുകയാണ്. സോ
ഇതിൻ്റെ ഫുഡിൻ്റെ മൊത്തം പേയ്മെൻറ്റ് കൊടുത്ത് ഇവനല്ല, ഞാൻ സ്പ്ലിറ്റ് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ തിരിച്ച് വീട്ടിൽ പോകണം. സോ വീട്ടിൽ പോയിട്ട് ചെറിയ രീതിക്കുള്ള ഒരു ചെണ്ട ക്ലാസ് ഉണ്ട്. അതായത് ഞാൻ അമ്പലത്തിൽ നമ്മൾ തെയ്യത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ, അതായത് ഇങ്ങോട്ട് തെയ്യമൊക്കെ ഉണ്ടാവലുണ്ട്, അറിയില്ലേ? അതെ അതെ. അതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ചെണ്ട പ്രാക്ടീസ് കഴിഞ്ഞ് തെയ്യത്തിൻ്റെ സമയമാകുമ്പോഴാണ് നമ്മൾ ചെണ്ട കൊട്ടുക. സോ അപ്പം ആ സമയത്ത് ചെണ്ട കൊട്ടണം. നീ കൊട്ടാൻ പോകുന്നുണ്ടോ? നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് ചെണ്ട കൊട്ടണം. പിന്നെ പൂരത്തിൻ്റെ സമയത്ത് നമ്മൾ ചെണ്ട കൊട്ടേണ്ടി വരും. അപ്പം ഈ വ്ളോഗിലൂടെ എൻ്റെ ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് അടുത്ത ചിലപ്പോൾ ഞാൻ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. നാളെയാണ്. സോ നമുക്ക് നാളെ കാണാം.